ഈ ടിക്കറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇതാരും കൊണ്ടുപോയില്ലല്ലേ എന്നും പറഞ്ഞില്ല. ഇത് ഞാൻ എടുക്കുകയായിരുന്നു, ഇത് ഒന്നാം സമ്മാനമാണെന്നും പറഞ്ഞ് പുള്ളി എടുക്കുകയായിരുന്നു. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു ഒരു കുറച്ച് പൈസ പാവങ്ങൾക്ക് സഹായിക്കണം. വീടില്ല, ഒരു സാധു കുടുംബത്തിലുള്ള. അപ്പോൾ ഒരു വീട് വെക്കണം. അപ്പം അതിനകത്ത് യാതൊരു ഒന്നുമില്ല, ഒരു പ്രത്യേകതയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നുമില്ല. കാരണം നമുക്ക് വലിയ അധ്വാനപ്പെട്ടതോ മുതൽ മുടക്കോ വന്നതല്ല. ഇത് ഒരുപാട് ടിക്കറ്റ് എടുത്തില്ല, 20 ടിക്കറ്റ് എടുത്തു. 2 ബുക്ക് മാത്രമേ എടുത്തു. 27/3/2024 സമ്മർ ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനം 10 കോടി രൂപ. PVR ലോട്ടറി സ്റ്റാൾ കാർത്തിപുരം. ഇവിടെ ഞങ്ങളുടെ വിൽപ്പനയിൽ SC 308797 നമ്പർ ടിക്കറ്റിന് ലഭിച്ചിരിക്കുന്നു. സന്തോഷമാണ്. 26-ാം തീയതി 7 ആയപ്പം ഇതേ ടിക്കറ്റ് ഈ അടിച്ച ആൾ വന്ന് ആദ്യം നോക്കി. ഇത് നല്ല വൈകുന്നേരം 5 മണിയായിരുന്നു. ഈ ടിക്കറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ പൈസ കൊണ്ടുപോയില്ലെന്ന് അറിയത്തില്ല. ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി വരുമ്പോൾ അന്നേരം ആ ടിക്കറ്റ് കിടപ്പുണ്ട്. ഇതാരും കൊണ്ടുപോയില്ലല്ലേ എന്നും പറഞ്ഞില്ല. ഇത് ഞാൻ എടുക്കുകയായിരുന്നു, ഇത് ഒന്നാം സമ്മാനമാണെന്നും പറഞ്ഞ് പുള്ളി എടുക്കുകയായിരുന്നു. അതിന് ഒന്നാം സമ്മാനം അടിക്കുന്നത് അതൊരു യാദൃശ്യം തന്നെയായിരുന്നു. പിന്നെ ആ നമ്പറിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് പുള്ളി 8797. അതാണ് പുള്ളിയുടെ മനസ്സിൽ കൊണ്ടത്. കൃത്യമായിട്ട് അത് വരെയും ചെയ്തു. ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് എനിക്ക് അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 22 അടിച്ചിട്ടുണ്ട്. 4-ാം മാസം മറ്റേ 70 ലക്ഷം അടിച്ചിട്ടുണ്ട്. പിന്നെ അടിച്ചതിന് ശേഷം മൂപ്പര് ഇവിടുന്ന് ഞങ്ങളും കൂടിയാണ് പോയി ബാഗിൽ ടിക്കറ്റ് കൊടുത്തു. ആ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളും കൂടെ പോയിട്ടാണ് ബാഗിൽ കൊണ്ട് ടിക്കറ്റ് ബാഗിൽ കൊണ്ട് പുള്ളി ഇവിടെ വന്നത്. അന്നേരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ടിക്കറ്റ് എടുക്കുന്ന അന്നേരം തന്നെ ഉണ്ട്. എനിക്ക് അന്ന് പറയുകയും ചെയ്തു ഉണ്ടായിരുന്നു. ഏറെക്കുറെ ഞങ്ങൾക്ക് അറിയുകയും ചെയ്യായിരുന്നു ആ നമ്പർ ഇതാണല്ലോ. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു ഒരു കുറച്ച് പൈസ പാവങ്ങൾക്ക് സഹായിക്കണം. വീടില്ല, ഒരു സാധു കുടുംബത്തിലുള്ള. അപ്പോൾ ഒരു വീട് വെക്കണം. ചെറിയ കുറച്ച് സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഫീലൊന്നുമില്ല. അതിൻ്റെ കാരണം അയാൾ ടിക്കറ്റ് കൊണ്ട് വാങ്ങി കൊടുത്തു. പിന്നെ നമ്മുടെ DC പ്രശ്നമുള്ളൂ. അത് അതിൻ്റെ സമയമാകുമ്പോൾ വരും. പിന്നെ നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നുമില്ല. കാരണം നമുക്ക് വലിയ അധ്വാനപ്പെട്ടതോ മുതൽ മുടക്കോ വന്നതല്ല. അപ്പം അതിനകത്ത് യാതൊരു ഒന്നുമില്ല, ഒരു പ്രത്യേകതയായിട്ടൊന്നും തോന്നിയില്ല. അവൻ ഫോൺ എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര വിളിയാണ്. അടിക്കുന്ന പറഞ്ഞാൽ നമുക്കങ്ങനെ ഇത് ആക്രാന്തം പിടിച്ചുള്ള വിൽപ്പനയൊന്നുമില്ല. ലിമിറ്റായിട്ടുള്ള വിൽപ്പനയുള്ളൂ. അതെപ്പോൾ തീർന്നാലും അന്നേരം വരും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കളയും. പിന്നെ അടുത്ത ദിവസത്തെ അതിന് ലിമിറ്റായിട്ട് വരും. ഇത് ഒരുപാട് ടിക്കറ്റ് എടുത്തില്ല, 20 ടിക്കറ്റ് എടുത്തു. 2 ബുക്ക് മാത്രമേ എടുത്തു. മറ്റേ ഇത് ഇന്നലെ ഇവിടെ ടിക്കറ്റ് ഇല്ലായിരുന്നു. ഇനി ഞാൻ തീർന്നു.